നമസ്കാരം. ഇടവമാസത്തിലൂടെയാണ് നാം ഏവരും മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇടവമാസത്തിലെ ഈ പരാമർശിക്കുന്നതായ ദിവസങ്ങളിൽ തീർച്ചയായും ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. എന്നിരുന്നാൽ പോലും 75-80% വ്യക്തികൾക്കും ഇതവരുടെ ജീവിതത്തിൽ ബാധകമായി തീരും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യം തേടി വരുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. എന്നാൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഇടവമാസത്തിൽ ഏറ്റവും ദോഷകരമായ ഫലങ്ങളാണ് പൊതുഫലപ്രകാരം പരാമർശിച്ചിട്ടുള്ളത്. എന്നാൽ മെയ് 18, 19, 20, 21, 22 5 ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമാണ് എന്ന് പറയാം. ഈ 5 ദിവസങ്ങൾ ഇവർക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ദോഷഫലങ്ങൾ കുറയുകയും ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യാം. ഏതെല്ലാം കാര്യങ്ങളാണ് ഇവർക്ക് സംഭവിക്കുക എന്ന് മനസ്സിലാക്കാം. സംഭാഷണ ചാതുര്യം വന്നു ചേരാം. ആജ്ഞാശക്തി കർമ്മരംഗത്ത് ഗുണകരമായി തീരും. കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ ഏത് കാര്യത്തെയും മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾക്ക് ഭൂഷണമായി തീരും. ചടുലമായ നീക്കങ്ങൾ പോലും പ്രതീക്ഷിക്കാം. കൂടാതെ അധ്വാനത്താൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും. ദൗർലഭ്യങ്ങൾ അല്ലെങ്കിൽ ദൗർബല്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അഥവാ അവ തിരുത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ധനസ്ഥിതി മോശമാവില്ല എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് അല്പം നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയം തന്നെയാകുന്നു. എന്നാൽ യാത്രയുമായി ബന്ധപ്പെട്ട് അല്പം ജാഗ്രത നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. ധനപരമായ നേട്ടങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. അനുകൂലമാണ് സമയം. തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീര നക്ഷത്രക്കാർക്ക് നാളെ മുതൽ 5 ദിവസം അനുകൂലമാണ് സമയം. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഇടവമാസം മകീര നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. പ്രത്യേകിച്ചും ഈ 5 ദിവസം വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഏതൊരു കാര്യവും പഠിച്ച് അത് പ്രവർത്തിക്കുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ അത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേടിയെടുക്കുവാൻ സാധിക്കും. രോഗദുരിതങ്ങളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം പുതിയ രീതിയിലുള്ള നേട്ടങ്ങൾക്കുള്ള വഴി തുറക്കുക തന്നെ ചെയ്യും. തൊഴിൽപരമായി നേട്ടങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും. സാമ്പത്തിക ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം. ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ശുഭകരമായ വാർത്തകൾ, ജോലി ലഭിക്കുക അല്ലെങ്കിൽ ജോലിക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന കാര്യങ്ങൾ കൂടിയാണ്, അഥവാ സമയം കൂടിയാണ്. ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ 5 ദിവസങ്ങൾ വളരെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. മാനസികപരമായി വളരെയധികം സമ്മർദ്ദങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നവരാകാം. എന്നാൽ അത്തരം കാര്യങ്ങളിൽ അയവ് വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ഏത് കാര്യവും ചിന്തിച്ച് നിങ്ങൾ സമചിത്തതയോടെ തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഔദ്യോഗികപരമായ രംഗത്ത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സംഘടനാ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തിക സ്ഥിതി മെച്ചമാകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഏതൊരു തൊഴിലുമായി ബന്ധപ്പെട്ടും പുരോഗതി ദൃശ്യമാകുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ്. എന്നാൽ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുകയോ അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക, അത്തരത്തിൽ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഇത്. ഈ 5 ദിവസം മാനസിക സംഘർഷങ്ങൾ ഒഴിഞ്ഞ് ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറുവാനുള്ള അവസരങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്.
ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാകുന്നു. അത്തം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലം തന്നെയാണ് സമയം. എന്നാൽ ഇടവമാസവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ അത്ര ശുഭകരമല്ല സമയം എന്നതാണ് വാസ്തവം. എന്നാൽ ഈ 5 ദിവസങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം ഓർത്തിരിക്കുക. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ബന്ധുജനങ്ങളെ സംഗമിക്കുവാൻ അഥവാ ബന്ധുജനങ്ങളെ കാണുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ദൂരയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത്തരം യാത്രകൾക്ക് സാധ്യത വഴി തുറക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതത്തിലെ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാം. ഈ സമയം 7-ലെ പാപഗ്രഹങ്ങൾ ഭാര്യാഭർത്തൃ കലഹങ്ങൾ വിരൽ ചൂണ്ടുന്നു എന്ന കാര്യം ഓർക്കുക. അതിനാൽ ചെറിയ തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. ചെറിയ പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോവുക. ഇരുവരും ഒത്തൊരുമയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചുമതലകൾ ഏറും. സ്ഥാനം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബിസിനസ് രംഗം കൂടുതൽ അനുകൂലമാകുന്ന സമയമാണ്. കൂടാതെ സാമ്പത്തിക രംഗത്ത് ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയം. കൈവായ്പകൾ പോലും തിരികെ ലഭിക്കാം എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പ്രധാനമായും ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമാകുന്നു. ഉയരുവാനുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ അത് സാധിക്കുന്ന സമയം തന്നെയാണ് ഇത്. പ്രാവർത്തികമാക്കുവാൻ അനുകൂലമായ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. ഉദ്യോഗത്തിൽ ഉള്ളവർക്ക് മേലധികാരികളുടെ അല്ലെങ്കിൽ അത്തരം ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം ഏതൊരു വ്യക്തിക്കും ധൈര്യവും അതേപോലെ തന്നെ നിങ്ങളാൽ സന്തോഷവും പകർന്നു നൽകുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് എന്ന് പറയാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ചെറിയ യാത്രകൾ നടത്തേണ്ടതായി വരാം. ക്ഷീണം, രോഗം, ക്ലേശം എന്നിവ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തിക ഭദ്രത ലഭിക്കും. എന്നിരുന്നാൽ പോലും ശ്രദ്ധയോടെ നീങ്ങിയില്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ എടുത്തുചാടി തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ ഒരിക്കലും നിങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. ആരുടെയെങ്കിലും പ്രേരണയാൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുവാൻ പാടുള്ളതല്ല. ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഈ സമയം തീർച്ചയായും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ഈ 5 ദിവസങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. കാരണം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമായി ചെയ്ത് തീർക്കേണ്ടത് ഏതെല്ലാം കാര്യങ്ങളാണോ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായി തന്നെ ധാരണയോടെ ചെയ്ത് തീർക്കുവാൻ സാധിക്കുകയും പിന്തുണയും അതേപോലെ തന്നെ നിങ്ങളുടെ ശ്രേയസ്സും വർദ്ധിക്കുന്നതാണ്. അതായത് മറ്റുള്ളവരുടെ അംഗീകാരം നിങ്ങൾക്ക് തേടിയെത്തും എന്ന കാര്യം ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. നീണ്ടുപോയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും. ബാങ്കുമായി ബന്ധപ്പെട്ട ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഗാർഹികമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൃത്യനിഷ്ഠ പാലിക്കുവാൻ ഒരു പരിധി വരെ സഹായകരമാകുന്ന സമയം കൂടിയാണ് ഇത്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ വിനിയോഗിച്ച് അനുകൂലമായി വന്നു ചേരുന്ന ഇത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ധനപരമായ നേട്ടങ്ങളും ഉയർച്ചയും സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരുന്നതായ സമയമാകുന്നു. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറുവാൻ സാധിക്കും. ആർജവത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. പഴയ കാര്യങ്ങളിലെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി മുന്നേറുവാനുള്ള ശ്രമങ്ങൾ നടത്തുവാനുള്ള സാധ്യത കൂടുതലാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാം. കൂടാതെ ഈ സമയം പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാനായി നിങ്ങൾ ശ്രമിക്കുകയും അത് വിജയിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു.
ചില കാര്യങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കില്ല എന്ന കാര്യവും ഓർക്കുക. അതുമായി ബന്ധപ്പെട്ട് ദുഃഖങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ കലാപ്രവർത്തകർക്ക് അനുകൂലമാണ് സമയം. അവസരങ്ങൾ വർദ്ധിക്കാം. കൂടാതെ ഈ സമയം ഉദ്യോഗസ്ഥർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സ്ഥാനക്കയറ്റം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകളുണ്ട്. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് വ്യക്തത വരും എന്ന കാര്യവും ഓർക്കുക. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സമയം. കൂടാതെ ഈ സമയം വിനോദങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയുടെ ഭാഗമാകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഒന്നിൽ പരം ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. കുടുംബത്തിൽ വന്നു ചേരുന്ന ആ തർക്കങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാണ്. ഈ 5 ദിവസങ്ങളിൽ നിങ്ങൾ തീർച്ചയായും മഹാവിഷ്ണു ഭഗവാനെയും മഹാലക്ഷ്മി ദേവിയെയും ആരാധിക്കുക. ഈ 5 ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങളെ പോലും തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഗുണകരമായ ഫലങ്ങൾ വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ 5 ദിവസങ്ങൾ നിങ്ങൾക്ക് ശുഭകരമായി തന്നെ വന്ന് ഭവിക്കും. ഇഷ്ടദേവതയെയും പ്രാർത്ഥിക്കുവാൻ മറക്കാതിരിക്കുക.